നമുക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു പ്രദേശം മാത്രമാണ്. അല്ല, അതിൽ ആ ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ള കാര്യമാണ്. അത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന്റെ കാരണമാണ് ഞാനീ പറഞ്ഞത്. പഞ്ചായത്ത് എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധമില്ലാന്ന്, പഞ്ചായത്ത് ഓഫീസ് വേറെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ പഞ്ചായത്ത് ഒരു പ്രദേശമായ ആൾക്കാർ അനുഭവിക്കുന്നില്ല. അവരനുഭവിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ്, അത് വേറെ വേറെ ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നവരാണ്. എന്നുവെച്ചാൽ വില്ലേജ് ഓഫീസിന് പകരം ഉണ്ടായതാണ് പഞ്ചായത്ത് എന്ന് നല്ല ബോധ്യമുള്ള ആൾക്കാർ. അവിടെ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കാത്ത കുറെ കാശുകൾ മേടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അറിയാവുന്ന, അത് വേറെയാണ് എന്ന് അറിയില്ല. നമ്മൾ ഈ പൗരരുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് കേരളത്തിന് ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റുകൾ വാർഡെന്നുള്ളത് നമുക്ക് ചെയ്തു തീർക്കാൻ വയ്യാത്തത്രയും നമ്പറാണ്. ഞാനൊരു 20 കൊല്ലം മുമ്പ് തുറന്നതാണ്. അപ്പം അന്ന് ഈ വിവരമില്ല, ഈ വിഷയം വരും. രാഷ്ട്രീയം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ വിഷയവിവരം ഇല്ലാത്ത കാരണം കൊണ്ട് അത് അന്ന് അറിഞ്ഞു. ഇന്നാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പ്രാഥമിക യൂണിറ്റാണ് അത് കൺസീവ് ചെയ്തിരിക്കുന്നത്. ആ കൺസീവ് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ട് അതെങ്ങനെയാണ് ഫങ്ഷണലാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ആളുകൾ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരും തന്നെ ഇതിനകത്ത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതേസമയത്ത് അവർ വരുന്നതാണ് ഏറ്റവും ഐഡിയൽ. പഞ്ചായത്ത് എന്ന് പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ നടത്തുന്നത്. 2 വീടുകളിൽ ഇരുന്ന് സംസാരിക്കേണ്ടെന്നുള്ളൊരു തീരുമാനം, അത് രണ്ടുമാണ് വന്നത്. കാരണം ഞാൻ 3 പേരോട് സംസാരിച്ചപ്പോൾ ഒരു വീട്ടിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് മൈക്രോനൊന്നും പറഞ്ഞിരുന്നില്ലേ, വീടുകൾ വേണ്ട, ഒരു ഇത് പോകുന്നു പറഞ്ഞില്ലേ, ഒരു പബ്ലിക് സ്പേസ്. ആ 2 ക്ലാരിറ്റി ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പബ്ലിക് സ്പേസ് വേണമെന്ന് പറയുന്നത് എല്ലാവർക്കും കടന്നു വരാനായിട്ടുള്ള ഇടം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വായനശാലയെ ആലോചിച്ചത്. ആരുടേതും അല്ലാത്ത, ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു സ്പേസ് എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് കണ്ടത്. അപ്പോൾ ആരെ അറേഞ്ച് ചെയ്താലും പബ്ലിക് സ്പേസ് വേണം. ഈ ധാരാളം മനുഷ്യർ വരിക എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കില്ല, അത് മറക്കണം. ഒരു 10 പേര് തൊട്ട് 50 പേര് വരെയൊക്കെ വന്നാൽ മതി. പക്ഷെ കൂടുതൽ ആൾക്കാർ വരുന്നത് തടസ്സവുമല്ല, അത് അങ്ങനെയും കാണാം. അതങ്ങനെ ഒരു തടസ്സത്തിൻ്റെ കൺസെപ്റ്റിലല്ല. പക്ഷേ ഈ ആൾക്കാരെപ്പോഴും ഇത് എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റിയുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അടിയന്തരമായ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ, 2 അല്ല 3 പറഞ്ഞു. ഒന്ന് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന് പകരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആളുകളെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള സ്ഥാപനത്തിനെയാണ് നമ്മളെടുത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അങ്ങനെ മൈത്രി പോലീസ് എന്ന് പറഞ്ഞ പേര് വരെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിനകത്ത് ഒരു സ്ഥാപനം, ഞാൻ അതിനൊരു പേരിട്ടത് പൗരസഹായ കേന്ദ്രം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റിലാണ്. താല്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു പരാതി പറയാനൊരു ഇടം ഉണ്ടാകുകയും അതിനൊരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള നിലവാരത്തിലാണ് നമുക്ക് വേണ്ടത്. പൗരന്മാരെ സഹായിക്കുന്ന ഒരു ഇടമായിട്ടാണ് അത് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ ഒരു കോടതി വരും. നമ്മൾ ഈ പറയുന്ന അതിന് തർക്കപരിഹാര കേന്ദ്രം എന്നാണ് ഞങ്ങൾ കാണുന്നത്. തർക്കപരിഹാര കേന്ദ്രം എന്ന് പറയുന്ന ഒരു കേന്ദ്രം. കോടതിയിലൊക്കെ ആൾക്കാർ 90% കേസ് പോകേണ്ട കാര്യമില്ലാത്ത കേസുകളാണ്. അവിടെ പോയി നമ്മൾ വക്കീലിനും മജിസ്ട്രേറ്റിനും കൈക്കൂലി കൊടുക്കും. മജിസ്ട്രേറ്റിന് വക്കീൽ കേസ് മാറ്റി വെച്ച് നമ്മുടെ ജീവിതകാലം മുഴുവനും അടുത്ത തലമുറയ്ക്ക് പോലും പറ്റാത്ത നിലവാരത്തിൽ കേസ് മാറ്റി വെച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു പണിയുണ്ട്. അപ്പം ഒരു തർക്കപരിഹാര കേന്ദ്രം ഉണ്ടാക്കേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനകത്ത് പൗരന്മാരായി മാറാനായിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂളെന്ന് പറയുന്നത്. ഒരു സ്കൂള് നമ്മളിപ്പോൾ നിൽക്കുന്ന ഗവൺമെൻറ് സ്കൂളൊന്നും അല്ല. ഗവൺമെൻറ് സ്കൂൾ എന്നൊക്കെ പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർക്ക് ജോലിക്കാരെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്കൂളുകളാണ്. പൗരന്മാരെ ഉണ്ടാക്കുന്ന ഒരു സ്കൂളും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
സ്കില്ല് അതിനകത്ത് വേണ്ട എന്നുള്ള അർത്ഥമൊന്നുമല്ല. പക്ഷേ പൗരബോധം നിർമ്മിക്കുക എന്ന് പറയുന്നത്, നമ്മൾ റോഡ് സെൻസ്, സിവിൽ സെൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വോട്ട് ആർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഭരണഘടന വായിച്ച് വരേണ്ടത്. ഭരണഘടന വായിക്കുക എന്ന് പറയുന്നൊരു ക്ലാസ് റൂമിൽ ഇതുവരെ നടന്നിട്ടേ. അപ്പം നമുക്ക് അതൊരു വിദ്യാഭ്യാസത്തിനെ പറ്റി കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ക്ലാസ് റൂമിനകത്ത് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം പോലും. ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒന്നിച്ചൊന്ന് കൂടി, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒന്നിച്ച് കൂടിയിരുന്ന കാര്യം പറയാനായിട്ട് രാവിലെ വന്നാൽ ഒന്നിച്ചൊന്ന് കൂടിയിട്ട് പിന്നെ നാടിനെ പറ്റി പഠിക്കാനും എന്ത് ചെയ്യണമെന്ന് ലോകത്തിനെ പറ്റി അറിയുക എന്ന് പറയുന്ന തരത്തിലുള്ള, അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ പോകുന്നില്ല. അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കൂൾ ആരംഭിക്കേണ്ട ആവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വാർഡ് തലത്തിൽ അത് ആരംഭിക്കാവുന്നതാണ്, പഞ്ചായത്ത് മാത്രമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമാന്തരമായ ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള, അവർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാനും ഇടപെടാനും അവരെ സഹായിക്കുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ രൂപപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ സ്ഥലം. എന്താണ് ഈ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നന്നാക്കി പോരെ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നു പണ്ട് തൊട്ട് ആലോചിച്ചിരുന്നത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ. നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നല്ല ഭരണം, സംശുദ്ധ ഭരണം എന്ന് പറഞ്ഞ സങ്കല്പമാണ് പണ്ട് തൊട്ട് മനുഷ്യർക്കുള്ളത്. അഴിമതിയില്ലാത്ത സ്ഥലം ഉണ്ടാക്കുക. പക്ഷേ ഈ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ആളുകളെ നിയന്ത്രിക്കാനും ഭരിക്കാനും അവരുടെ വരുമാനത്തിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം എന്നുള്ള നിലവാരത്തിലാണ് ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അതൊരു ദിവസം എടുത്തിട്ട് നമുക്ക് ജനകീയമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള പുത്തൻ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ആലോചനയാണ് ഞാനീ പറയുന്നതൊക്കെ. എൻ്റെ ഒരു നക്കൽ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഓരോ വിഷയത്തിനകത്തും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ടാകും. അതിന് എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടതെന്ന്, അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും നമുക്ക് പറയേണ്ടതാണ്. ഇപ്പോൾ പ്രാഥമികമായി ഈ മൂന്നാണ്. കാര്യമുണ്ട്, നമ്മൾ ഈ കഴിഞ്ഞ 75-80 വർഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അല്ലെങ്കിൽ ഭരണഘടന വന്നതിന് ശേഷം ഇത്രയും വർഷമായിട്ടും നമുക്ക് ഒരു പൗരനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൂലിക്കാരെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സ്ഥാപനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഞാനിപ്പോൾ പറയുമ്പം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാകത്തില്ല എന്നറിയേണ്ടത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനലൈസേഷൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വരുന്ന ഒരു 2-3 വർഷത്തെ ഒരു എക്സസൈസ് ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും പോകണമെന്നുണ്ടെങ്കിൽ 1300-1030 ദിവസത്തോളം വേണ്ടി വരും. അപ്പം അത്രയും 2.5 വർഷത്തെ വർക്കാണ്. ആ പഞ്ചായത്തിൽ ഒരു ദിവസം പോയാൽ തന്നെ, അത് തുടർച്ചയായിട്ട് പോയാലും പനി പിടിക്കേണ്ട ഒരു കേസൊക്കെ ഉണ്ടല്ലോ, മഴ വരും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മാറ്റുമ്പോൾ അടുത്തൊരു 5 വർഷത്തെ കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രവൃത്തി മാത്രമായിട്ടാണ് ഞാനത് കാണുന്നത്. ഞാനിപ്പോൾ ഈ ആശയവിനിമയം ചെയ്യുക എന്ന് പറയുന്നത് ആളുകളുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുന്നയിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇത് ഈ പറയുന്ന അഭിപ്രായങ്ങളിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യം നമുക്ക് ആവിഷ്കരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പോൾസൺ എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ട്. പോൾസനാണ് ഞാനൊരു 30 വർഷമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് രണ്ടുപേരും കൂടെ ഒരു ടീമായിട്ട് പോകാം, ഒരാൾക്ക് വയറ്റിളക്കം പിടിച്ച മറ്റേ കൊണ്ടും എന്നുള്ള പ്രതീക്ഷയിൽ സ്ട്രിക്റ്റിനിയായിട്ടാണ് ഞാൻ രണ്ടുപേരും ഉള്ളത്. അപ്പോൾ ഇതിനെ ചെല്ലുന്ന സ്ഥലത്ത് നേരത്തെ പഞ്ചായത്തിനെ പറ്റി പറയുന്നു, പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു ഇടം അത് പബ്ലിക് ഇടമായി നല്ലതാണ്. ഞാൻ ഈ വായനശാല പറഞ്ഞപ്പോൾ ഞങ്ങൾ വായനശാല കൂട്ടിപ്പോയെന്ന് പറഞ്ഞ ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞു. വായനശാലയിൽ തന്നെ വേണമെന്നുള്ള അർത്ഥമൊന്നുമല്ല, പബ്ലിക് ഇടം എന്നുള്ളതാണ്. അതൊരു സ്കൂളിൻ്റെ വരാന്തയായാലും കുഴപ്പമില്ല. വീടിൻ്റെ ഇത് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് വീട്ടിലേക്ക് വരാൻ ആൾക്കാർ മടിക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പ് ആയാലും ഒന്നും കുഴപ്പമില്ല. രാവിലെ ഒരു 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ഗ്യാരണ്ടി. അത്രയാണ് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു 5 കൊല്ലം കൂടെ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും പറയാനുള്ള ആരോഗ്യം കാണുന്നത് തെറ്റായോ ശരിയായ ഒരു കാരണം കൊണ്ടാണ്. ചത്തുപോകാതെ തേങ്ങ വീഴാതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ താനൂർ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ താമസിക്കുന്ന കാട്ടൂര് പഞ്ചായത്താണ്.
അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ മൈത്രേൻ്റെ വീഡിയോസൊക്കെ പണ്ട് ഒക്കെ കാണാറുണ്ട്, അങ്ങനെ ഇൻസ്പയർഡ് ആയതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോടതി, പോലീസ് സ്റ്റേഷൻ, പിന്നെ സ്കൂളുകൾ. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. ഞാൻ ഇപ്പോൾ കർണാടകയിൽ CBSE സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ വീണ്ടും വർക്ക് ചെയ്യേണ്ടി വരും തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മെയിനായിട്ട് എനിക്ക് ചെയ്യൊരു എന്താ പറയുക, ഒരു താല്പര്യമുള്ളത് ഈ കോടതി, ഇപ്പം മൈത്രയും പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ജൂറി എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും വേണം. അത് വർക്കാവുന്ന കുറേ പേർക്ക് സംശയമുണ്ട്, പക്ഷെ അതാണ് ശരിക്കും വർക്കാവുക. അല്ലാണ്ട് ഇപ്പോൾ ഈ 4 കോടി കേസ് കെട്ടിയെടുക്കുന്ന കോടതിയിലൊന്നും നടക്കാൻ പോകില്ല. പിന്നെ പോലീസ് സ്റ്റേഷൻ, അത് നമ്മളിപ്പോൾ അടക്കി ഭരിക്കുന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനെ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവർക്കും പോകാൻ അത്രയ്ക്കും ഫ്രീഡം തോന്നുന്ന ഒരു സ്ഥലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം പഞ്ചായത്തിൽ. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ സ്കൂള്, ഇപ്പോൾ മെമ്മറി ബേസ്ഡ് ലേണിംഗ് ആണ് നടക്കുന്നത്, അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കണം. നമ്മുടെ ഇൻഡിവിജ്വൽ കഴിവുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനത്തെ 3 കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് എന്താ പറയുക താല്പര്യം. അതിൻ്റെ കൂടെ ഈ ടീമിൽ ഭാഗമായി ആവാൻ പറ്റിയതിൽ ഭയങ്കര എന്താ പറയുക സന്തോഷമുണ്ട്.